ഹായ്, എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എളുപ്പത്തിൽ നമുക്ക് വീടുകളിൽ തയ്യാറാക്കിയെടുക്കുന്ന പോലെ നമുക്ക് നമ്മുടെ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ തക്കാളി ചമ്മന്തിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതാണ്. ഒരു കഷ്ണം തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 കഷ്ണം പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരല്ലിയുടെ വെളുത്തുള്ളിയുടെ പകുതി, പിന്നെ 2 കഷ്ണം വട്ടമുളകും കറിവേപ്പിലയും, പിന്നെ 4-5 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം സവോളയുടെ പകുതി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നതാണ് പുട്ടുകടല, അതായത് ചട്നിക്കടലയും അതുപോലെ തന്നെ നമ്മുടെ ഉഴുന്നുപരിപ്പും. പിന്നെ നമ്മൾ ഇതിലേക്കുള്ള മസാലകളാണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. പിന്നെ താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടുകും വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട്. നമ്മൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചട്നിക്കടല മുഴുവനായിട്ട് കൊടുക്കാം. പിന്നെ പകുതി ഉഴുന്ന് പരിപ്പ് നമുക്കിട്ട് കൊടുക്കാം. ബാക്കി നമ്മൾ താളിക്കാൻ വേണ്ടിയിട്ടാണ് കടുകിൻ്റെ കൂടെ. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകും വറ്റൽമുളകിൻ്റെ 2 ചെറിയ പീസും, ചെറിയ അല്ലി വെളുത്തുള്ളി, ഇഞ്ചിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. നമ്മൾ അടുത്തായിട്ട് ഇടാൻ പോകുന്നതാണ് 5 കഷ്ണം ചുവന്നുള്ളി, അതോടൊപ്പം തന്നെ 1 കഷ്ണം സവോളയുടെ പകുതി, പിന്നെ നമ്മുടെ തക്കാളി, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് വഴറ്റി കൊടുക്കാം. ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇത് പല രീതിയിലും ചെയ്യുന്നവരുണ്ട്. നമുക്ക് മല്ലിയിലയിട്ട് ചെയ്യാം, പുതിയനയിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ കറിവേപ്പിലിട്ടാണ് ചെയ്യുന്നത്. ഇത് ചോറിനും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചമ്മന്തിയാണ്. നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. അധികം മസാലകളൊന്നുമില്ല. ലൈറ്റായിട്ട് മഞ്ഞൾപ്പൊടിയും, എരിവിനാവശ്യമായിട്ട് നമ്മളൊരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ആറിയിട്ട് മിക്സിയിൽ നന്നായിട്ട് ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചമ്മന്തി താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതേ പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഇതിലേക്ക് നമുക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്നൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ഉരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് താളിപ്പിട്ട് കൊടുക്കാം. നമ്മുടെ താളിപ്പിലേക്ക് ചമ്മന്തി ചേർത്ത് കൊടുക്കും. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നു. ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റാം.
ഇന്ന് ഞാൻ ഉണ്ടാക്കിയ തക്കാളി ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിൽ പോയി ട്രൈ നോക്കുക. പിള്ളേർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ചപ്പാത്തിക്കും അതുപോലെ നമ്മുടെ ദോശയ്ക്കും ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളിയൊരു ചമ്മന്തിയാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയ വിഭവമായി വീണ്ടും കാണാം.